ലക്ഷ്മി, എന്താ ഇത്? എന്ത് പണിയായി കാണിച്ചത്? ഞാൻ ആഹാരം കഴിക്കാതിരുന്നതിന്റെ ദേഷ്യം നീ ഇങ്ങനെയാ തീർത്തതല്ലേ? അമ്മേ, ഇന്നലെ മുഴുവൻ ഉറങ്ങാതെ ഞങ്ങൾ ഈ വാതിലിന് മുന്നിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അമ്മ പെട്ടെന്ന് വാതില് തുറന്നു വന്നപ്പോ പ്ലേറ്റുള്ള കാര്യം ഓർക്കാതെ ഞങ്ങൾ എഴുന്നേറ്റ് പോയി. അതാ പറ്റിപ്പോയത്. നിങ്ങളോട് ആരാ പറഞ്ഞത് ആഹാരം കൊണ്ട് ഞാൻ വരുന്നത് വരെ കാത്തിരിക്കാൻ? എനിക്ക് കഴിക്കണമായിരുന്നെങ്കിൽ ഞാനത് എപ്പോഴേ കഴിച്ചേനെ. അമ്മേ, ഞാനത് ഓർക്കാതെ പോയതാ. അമ്മ വാതില് തുറക്കുമെന്ന് തന്നെയാ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ഈ മുറിയുടെ മുന്നിൽ നിന്ന് ഞാൻ എങ്ങോട്ടും പോവാതെ ഇരുന്നത്. സാവിത്രേ, സാവിത്രേ. സാവിത്രി അമ്മയെ വിളിക്കണ്ടമ്മേ, ഞാൻ വൃത്തിയാക്കിക്കോളാം. ലക്ഷ്മിയമ്മേ, ഞാൻ വൃത്തിയാക്കാം. ലക്ഷ്മി, നീ അങ്ങോട്ട് മാറി നിൽക്ക്. അമ്മേ, അമ്മ എങ്ങോട്ടാ അമ്മ പോകുന്നേ? അത് നിനക്ക് അറിഞ്ഞേ പറ്റുള്ളൂ അല്ലേ? നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാനെന്തിനാ മറുപടി തരുന്നേ? മാറി നിൽക്കാൻ പറഞ്ഞ മാറി നിന്നോണം, അല്ലാതെ കൂടുതൽ വിശേഷങ്ങളൊന്നും ചോദിക്കണ്ട. ഈ പത്രം നോക്കി. എന്താടാ? നമ്മുടെ വീട്ടിൽ നിന്ന് ആരോ പത്ര ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നു ചിന്നു ഇവിടുത്തെ വേലക്കാരിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞോ? ഇവിടുന്ന് ആരാ അങ്ങനെ പത്രം ഓഫീസിലേക്ക് വിളിച്ചു പറയാൻ? ഒരു പെൺകുട്ടിയെ വിളിച്ചു പറഞ്ഞിരിക്കുന്നെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഈ വീട്ടിലാകെ 2 പെൺകുട്ടികളല്ലേ ഉള്ളൂ. ചിന്നു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പൊ പിന്നെ മീനാക്ഷി, അവളായിരിക്കും അത് ചെയ്തത്. അച്ഛാ, ദീപനെന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന്. എന്താ ദീപു? അമ്മാവ, ഒരു ദിവസം ചിന്നു ആർക്കോ ഫോൺ ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു. ആരെ വിളിച്ചെന്ന് ചോദിച്ചപ്പോ അവളൊന്നും പറയാതെ ഓടിക്കളയും ചെയ്തു. ചിലപ്പോൾ വിളിച്ചത് നീ അവളായിരിക്കും. വിനയേട്ടൻ ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളോ? നീ എനിക്കൊരു ചായ കൊണ്ടുവാ. ഇപ്പൊ കൊണ്ടുവരാം. ആരായി രാവിലെ തന്നെ? ഹലോ, ഞാൻ നന്ദൻ, ഡെയിലി ന്യൂസിന്ന്. രാവിലെ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ സോറി കേട്ടോ. ഏയ്, അത് കുഴപ്പമൊന്നുമില്ല. മിസ്റ്റർ നന്ദൻ വിളിച്ച കാര്യം പറയൂ. ചിന്നുവിനെ പറ്റി ഒരു കാര്യം ചോദിച്ചറിയാനാ ഞാനിപ്പോ വിളിച്ചത്. ചിന്നുവിന്റെ കാര്യത്തിൽ എന്താ ഇപ്പൊ പുതിയ പ്രശ്നം? ചിന്നു ഇപ്പോഴും ജഡ്ജി ഗോവിന്ദമേനോന്റെ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്? അതെ, അവള് പൂമംഗലത്ത് തന്നെ താമസിക്കുന്നത്. ചിന്നുവിന് ആ വീട്ടിൽ നിന്ന് എത്ര രൂപയാ മന്ത്ലി സാലറി ആയിട്ട് കൊടുക്കുന്നത്? സാലറി? അവളെന്തിനാ ആ വീട്ടിൽ നിന്ന് സാലറി വാങ്ങിക്കുന്നേ? ഓ, അപ്പൊ സാലറി പോലും കൊടുക്കാതെയാണ് ആ കുട്ടിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നല്ലേ? താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ ഇൻഫർമേഷൻ. ഹലോ ഹലോ ഹലോ, താങ്ക്സ് പറയാൻ മാത്രം എന്ത് ഉപകാരമാണ് ഞാൻ അയാൾക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത്? ഒരു മര്യാദ ഇല്ലാത്ത ഒരുത്തൻ. പറയുന്ന മുഴുവൻ കേൾക്കാതെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഇനി വായി തോന്നുന്ന എന്ത് വേണമെങ്കിലും പത്രത്തിൽ എഴുതി വിടാലോ. എന്താ വിനയേട്ട അയാൾ ചോദിച്ച്? എനിക്കറിയാൻ വയ്യ. പൂമംഗലത്ത് ചിന്നുവിന് എത്രയാ സാലറി കൊടുക്കുന്നത്? സാലറിയോ? ആ, അങ്ങനെ തന്നെ അയാൾ ചോദിച്ചത്. അതെന്തിനാന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നതിന് മുമ്പ് അയാൾ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ചിന്നുവിന് ഇനി ഓടാൻ കഴിയും. അതെന്താ? എന്താ വിനയേട്ട, ചിന്നുവിനെ പറ്റിയുള്ള ന്യൂസാണോ? അതെ, ഈ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, ചിന്നുവിന് ഇനി ഓടാൻ കഴിയുമോന്ന്. എന്തൊക്കെ വിവരക്കേട് അവരെ എഴുതി വെച്ചിരിക്കുന്നത്. പത്രക്കാരാണെന്ന് വെച്ച് ആരെ കുറിച്ച് എന്തും എഴുതാവുന്നു.